ചാലക്കുടി മേലൂരിലെ വീട്ടിൽ തീപിടുത്തം. മേലൂർ ശാന്തിപുരം അയ്യങ്കുളം വീട്ടിൽ ചന്ദ്രന്റെ വീട്ടിലാണ് തീപിടിച്ചത്. വീടിനകത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് കാർ യാത്രികനായ ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാർ നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പൊള്ളയായ ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പദ്ധതികളൊന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ചാലക്കുടി മേലൂരിലെ വീട്ടിൽ തീപിടുത്തം. മേലൂർ ശാന്തിപുരം അയ്യങ്കുളം വീട്ടിൽ ചന്ദ്രന്റെ വീട്ടിലാണ് തീപിടിച്ചത്. വീടിനകത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. TV പ്ലഗിൽ നിന്നാണ് തീ പടർന്നത്. TV അടക്കമുള്ളവ കത്തിനശിച്ചു. ഇവിടെ സൂക്ഷിച്ചിരുന്ന ഗ്യാസ് സിലിണ്ടറിന് മുകളിൽ തീ പടർന്നെങ്കിലും ഉടൻ കെടുത്താനായതിനാൽ വൻ ദുരന്തം ഒഴിവായി. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് നിഗമനം. ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് കാർ യാത്രികനായ ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാര നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 പൂവത്തങ്കടവ് സർവീസ് സഹകരണ ബാങ്കിനടുത്ത് ദേശീയപാതയിലായിരുന്നു അപകടം. ഗുരുവായൂർ ഭാഗത്തു നിന്ന് വന്നിരുന്ന കാർ മുമ്പിൽ പോയിരുന്ന ലോറിക്ക് പിറകിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ പീറ്ററിനെ ഉടൻ തന്നെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഡോക്ടർ പീറ്ററാണ് കാർ ഓടിച്ചിരുന്നത്. കൂടെയുണ്ടായിരുന്ന ഭാര്യ ഡോക്ടർ സൂസൻ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ധാരണ തെറ്റിച്ച് മുരിങ്ങൂർ സിഗ്നൽ ജംഗ്ഷനിൽ അടിപ്പാത നിർമ്മാണം നടത്താനുള്ള ദേശീയപാത അധികൃതരുടെ ശ്രമം മേലൂർ പഞ്ചായത്തിന്റെയും മർച്ചന്റ് അസോസിയേഷന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ തടഞ്ഞു. സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിയതിനു ശേഷമേ അടിപ്പാത നിർമ്മാണം ആരംഭിക്കാവൂ എന്നാണ് പഞ്ചായത്തിന്റെ നിലപാട്. ഇതിനു മുമ്പും ഈ ആവശ്യം ഉന്നയിച്ച് നിർമ്മാണം തടസ്സപ്പെട്ടിരുന്നു. തുടർന്ന് നടത്തിയ ചർച്ചയിൽ ഇരുഭാഗത്തെയും സർവീസ് റോഡുകളുടെ നിർമ്മാണം പൂർത്തിയാക്കാനും തുടർന്ന് അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനും ധാരണയായിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച രാത്രി ധാരണ തെറ്റിച്ച് ദേശീയപാത അധികൃതർ നിർമ്മാണം ആരംഭിക്കാൻ നടത്തിയ ശ്രമം നാട്ടുകാരും പഞ്ചായത്തും ചേർന്ന് തടഞ്ഞു. തുടർന്ന് പ്രവർത്തികൾ നിർത്തിവെക്കുകയും ചെയ്തു. ബുധനാഴ്ച പുലർച്ചെ വീണ്ടും പ്രവർത്തികൾ ആരംഭിച്ചു. ഇതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് MS സുനിതയുടെ നേതൃത്വത്തിൽ തടഞ്ഞത്. സർവീസ് റോഡുകളുടെ പണി പൂർത്തീകരിച്ചതിന് ശേഷം മാത്രമേ മറ്റു പണികൾ ആരംഭിക്കാവൂ എന്ന് പറയുകയും നാഷണൽ ഹൈവേ അതോറിറ്റി അത് സമ്മതിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇന്നലെ രാത്രിയിൽ വീണ്ടും ഇവരിത് പൊളിക്കാനായിട്ട് വരുന്നൊരു സാഹചര്യം ഉണ്ടായി. നമുക്കറിയാം, ഇവിടെ നിന്ന് ചാലക്കുടിക്ക് പോകുന്ന ഭാഗത്ത് ഇടതുവശത്തും വലതുവശത്തും കൽവേർട്ടിന് വേണ്ടിയിട്ട് തുറന്നിട്ടത് പുനഃസ്ഥാപിച്ചിട്ടില്ല. ആ ഒരു സാഹചര്യത്തിൽ വാഹനങ്ങൾ കടന്നു പോകാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതോടൊപ്പം തന്നെ പഞ്ചായത്തും അതുപോലെ തന്നെ ഇവിടുത്തെ മർച്ചൻസ് അസോസിയേഷനും ഇൻഡിവിജ്വൽസും കൊടുത്തിട്ടുള്ള പെറ്റീഷൻ ഹൈക്കോടതി ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഹിയറിങ്ങിന് വേണ്ടിയിട്ട് 4-ാം തീയതിയാണ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. അതിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയും അതിൻ്റെ PD-യും അടക്കമുള്ള ആളുകൾ അതിൽ കക്ഷികളാണ്. ഈ കാര്യം നമ്മൾ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നതാണ്. പക്ഷെ ഇന്നലെ രാത്രിയിൽ ഒരു 9:30 ആകുമ്പോൾ നമ്മളെ വിളിച്ച് പൊളിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്ത് മെമ്പർമാരടക്കമുള്ളവരും ഇവിടുത്തെ നമ്മുടെ ആക്ഷൻ കൗൺസിലിന്റെ ഭാരവാഹികളും മെർച്ചൻസ് അടക്കമുള്ളവർ വന്ന് പൊളിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം പറഞ്ഞ് നമ്മൾ പോയിട്ടുള്ളതാണ്. പക്ഷേ ഇവർ പുലർച്ചെ ഒരു 4 മണിക്ക് ശേഷം ആരും അറിയാത്ത രാത്രിയിൽ ഇത് പൊളിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സർവീസ് റോഡിന്റെ പണി പൂർത്തീകരിച്ചിട്ട് നമുക്ക് ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇല്ല. പ്രധാന ജംഗ്ഷനായ മുരിങ്ങൂരിൽ ബോക്സ് ടൈപ്പ് കൾവർട്ടിന് പകരം സ്പാനോട് കൂടിയ 5.5 മീറ്റർ ഉയരമുള്ള അടിപ്പാത നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഇതു സംബന്ധിച്ച് നാട്ടുകാരും മർച്ചന്റ് അസോസിയേഷനും നൽകിയ ഹർജിയുടെ ഹിയറിംഗ് ഏപ്രിൽ 4-ന് നടക്കാനിരിക്കെയാണ് ധാരണ തെറ്റിച്ച് അടിപ്പാത നിർമ്മാണം ആരംഭിക്കാനായി ദേശീയപാത അധികൃതർ എത്തിയത്. മീഡിയ ടൈം, ചാലക്കുടി. മാള ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. 42,14,21,889 രൂപ വരവും 41,38,30,832 രൂപ ചെലവും 75,91,057 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് TP രവീന്ദ്രൻ അവതരിപ്പിച്ചു. തീവ്രമായ പരിശ്രമം നടത്തി തനതുകൊണ്ട് വർദ്ധിപ്പിക്കാനും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടുപോകാനുള്ള തീരുമാനമാണുള്ളത്. നികുതി ഇനത്തിൽ 2,22,00,000 രൂപയും നികുതി ഇതര വരുമാനമായി 1,19,100,000 രൂപയും അടക്കം 3,41,00,000 രൂപ തനത് വരുമാനം പ്രതീക്ഷിക്കുന്നത്. ജനറൽ പർപ്പസ് ഫണ്ടിനത്തിൽ 2,40,12,000 രൂപയും പദ്ധതി ചെലവുകൾക്കായി ഗ്രാൻഡിനത്തിൽ 25,14,95,500 രൂപയും
പദ്ധതിയേതര ചെലവുകൾക്കായി 10,50,00,000 രൂപയും വായ്പ ഒഴികെയുള്ള മറ്റ് വരവുകളായി 25,00,000 രൂപയും പ്രാരംഭമാക്കിയുള്ള 43,13,389 രൂപയടക്കം 42,14,21,889 രൂപയാണ് വരവിനത്തിൽ ഈ ബഡ്ജറ്റ് പ്രതീക്ഷിക്കുന്നത്. നെൽകൃഷി വികസനം 26,70,400 രൂപ, പൊതുകുളങ്ങൾ സംരക്ഷണം 1,35,00,000, അംഗനവാടി പ്രവർത്തനം 90 ലക്ഷം, വയോജനക്ഷേമ പ്രവർത്തനങ്ങൾ 18 ലക്ഷം, പുതിയ റോഡുകളുടെ നവീകരണം 1,51,90,000 രൂപയും ബജറ്റിൽ വകയിരുത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ബാബു അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, ജീവനക്കാർ, മറ്റുദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അതേസമയം പൊള്ളയായ ബജറ്റാണ് പഞ്ചായത്ത് അവതരിപ്പിച്ചതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. 4 വർഷം മുൻപ് ആരംഭിച്ച മാലിന്യമുക്ത കേരളം പദ്ധതിയുടെ ഭാഗമായുള്ള MCF പൂർത്തീകരിക്കാൻ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞ വർഷം ആരംഭിച്ച പദ്ധതികൾ ഒന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷ അംഗം ജിയോ കൊടിയൻ ആരോപിച്ചു. 4 കൊല്ലം മുന്നേ മാലിന്യമുക്ത കേരളം എന്നൊരു പദ്ധതിയുമായി വന്നിട്ട് അന്ന് വെച്ചൊരു മാലിന്യ സംസ്കരണ കേന്ദ്രം MCFുമായി ബന്ധപ്പെട്ട് 4 വർഷമായിട്ട് അവർക്ക് അതിൻ്റെ ഒരു കല്ലെടുത്ത് വയ്ക്കാൻ പോലും അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഇനി വെറും 8 മാസമേ നമുക്ക് ബാക്കിയുള്ളൂ. ആ ബാക്കിയുള്ള 8 മാസം കൊണ്ട് മാലിന്യമുക്ത പഞ്ചായത്തായിട്ട് പ്രഖ്യാപിക്കുമെന്ന് പറയുന്നതൊക്കെ തന്നെ വളരെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നൊരു പ്രവണതയാണ് അതിൽ കാണുന്നത്. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷത്തെ സ്പില്ലോവർ പ്രൊജക്റ്റായിട്ട് വന്നിട്ട് സ്പില്ലോവർ പദ്ധതിയായിട്ട് വന്ന വർക്കുകൾ 3 കോടി രൂപയുടെ വർക്കുകളാണ് സ്പില്ലോവറായത്. കാരണം അത് ഭരണസമിതിയുടെ പിടിപ്പുകേട് തന്നെയെന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയേറെ പദ്ധതികൾ രൂപീകരിച്ചിട്ട് അത് സമയബന്ധിതമായി പൂർത്തിയാക്കാനായിട്ട് ഭരണസമിതിക്ക് ഇന്നേ വരെ സാധിച്ചിട്ടില്ല. കഴിഞ്ഞ വർഷമുണ്ടായ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഈ വർഷം നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോൾ ഈ വർഷത്തെ 2024-25 വർഷത്തെ സ്പില്ലോവർ എനിക്ക് തോന്നുന്നു അതേ ഒരു അളവിൽ തന്നെ 3 കോടി രൂപയുടെ തന്നെ സ്പില്ലോവർ പദ്ധതിയായിട്ട് തന്നെ വരേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം പദ്ധതികൾ ഒട്ടും തന്നെ പൂർത്തീകരിച്ചിട്ടില്ല. എക്സ്പെൻഡിച്ചർ എനിക്ക് തോന്നുന്നു ആകെ 42% കണ്ടാകെ എക്സ്പെൻഡിച്ചറായിട്ടുള്ളൂ. ഇനി വെറും 11 ദിവസമുണ്ട് കൂടി തന്നെ. ഈ 11 ദിവസം കൊണ്ട് ഇവർക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഒന്നും ചെയ്യാൻ സാധിക്കാത്തൊരു ഭരണസമിതി. അവരുടെ ഏറ്റവും പൊള്ളയായ ഒരു ബജറ്റ് അവതരണമായിരുന്നു എന്ന് ഞങ്ങൾക്ക്. അമ്പിളി സജീവ്, ലിസി സേവ്യർ, നിത ജോഷി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. ആളൂർ സ്വദേശിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ മുഖ്യപ്രതികളെ അറസ്റ്റ് ചെയ്തു. പുലിപ്പാറക്കുന്ന് പൂവത്തിക്കര വീട്ടിൽ വലിയ മല്ലു എന്ന മിഥുൻ, ഇയാളുടെ അനുജൻ കുഞ്ഞുമല്ലു എന്ന ആളൂർ സ്വദേശി കൈനാടത്തുപറമ്പിൽ ജനിൽ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ് എന്നിവരുടെ സംഘം പിടികൂടിയത്. 2 ദിവസമായി ഇടപ്പള്ളി, തൃശൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്ന ഇവരെ ചൊവ്വാഴ്ച ഉച്ചയോടെ ചേർപ്പ് പാറക്കോവിലിലെ ഒളിസങ്കരത്തിൽ നിന്നാണ് പിടികൂടിയത്. 2 ദിവസമായി ഇടപ്പള്ളി, തൃശൂർ, പൊള്ളാച്ചി എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നവരെ ചൊവ്വാഴ്ച ഉച്ചയോടെ ചേർപ്പ് പാറക്കോവിലിലെ ഒളിസങ്കേതത്തിൽ നിന്നാണ് പിടികൂടിയത്. ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച രാത്രി 8 മണിയോടെയാണ് കേസിന് ആസ്പദമായ സംഭവം. ആളൂർ സ്വദേശി വട്ടപ്പറ പറമ്പിൽ അമീഷിനെ 4 പേർ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി വെട്ടുകയായിരുന്നു. ഇത് തടയാൻ ചെന്ന ചേട്ടൻ അജീഷിന്റെ ഇടതു കൈക്ക് വെട്ടേറ്റു. 2 വിരലുകൾ അറ്റുപോയി. ഗുരുതര പരിക്കേൽക്കുകയും അമീഷിനെ ഇരുമ്പ് വടി കൊണ്ട് അടിച്ചും പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഈ കേസിലെ മറ്റൊരു പ്രതിയായ ഇല്ലത്തുപറമ്പിൽ വീട്ടിൽ മുഹമ്മദ് ജാസിക്കിനെ സംഭവ ദിവസം തന്നെ പിടികൂടിയിരുന്നു. ജാസിക്ക് ഇപ്പോൾ ജയിലിലാണ്. അമീഷിനോട് ചെറിയ മല്ലു എന്ന് വിളിക്കുന്ന അരുൺ പണം കടം ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യത്താലാണ് ഇവർ അമീഷിനെയും സഹോദരനെയും ആക്രമിച്ചത്. ചെറിയ മല്ലു എന്ന് വിളിക്കുന്ന അരുണിന് ആളൂർ, കൊടകര പോലീസ് സ്റ്റേഷനുകളിൽ അടിപിടി കേസുണ്ട്. ഇരിങ്ങാലക്കുട DYSP KG സുരേഷ്, ആളൂർ ഇൻസ്പെക്ടർ KM ബിനീഷ്, ചേർപ്പ് SIM അഫ്സൽ, SIമാരായ P ജയകൃഷ്ണൻ, KS ഗിരീഷ്, PR സുരേന്ദ്രൻ, ASI സൂരജ് വിദേവ്, സീനിയർ CPO ES ജീവൻ, PK രാജേഷ്, CPOമാരായ KS സുമേഷ്, B ഹരികൃഷ്ണൻ, U ആഷിഖ്, AP അനീഷ്, KJ ഷിൻഡോ, അജിത് എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. മീഡിയ ടൈം, ആളൂർ. അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലത്തു നിന്നും കഞ്ചാവ് ചെടികൾ കണ്ടെടുത്തു. കൊരട്ടി വാളൂരിൽ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന ലേബർ ക്യാമ്പിന് സമീപത്ത് പറമ്പിൽ നിന്നുമാണ് 3 കഞ്ചാവ് ചെടികൾ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിൽ കണ്ടെത്തി കേസെടുത്തത്. അതിഥി തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന അന്നമനട പഞ്ചായത്തിൽപ്പെട്ട കെട്ടിടത്തിലെ താമസക്കാരായ തൊഴിലാളികൾ വലിച്ചെറിഞ്ഞ വിത്തുകൾ മുളച്ചാകാം കഞ്ചാവ് ചെടികൾ വളർന്ന്
വന്നതെന്നാണ് പ്രാഥമിക പരിശോധനയിൽ മനസ്സിലായതെന്ന് എക്സൈസ് ഇൻസ്പെക്ടർ അറിയിച്ചു. പരിശോധനയിൽ കഞ്ചാവ് ചെടികൾക്ക് 1 മാസത്തെ വളർച്ചയുണ്ട്. സ്ഥലത്തെ താമസക്കാരായ അതിഥി തൊഴിലാളികളെ വിശദമായി ചോദ്യം ചെയ്താലേ കഞ്ചാവ് ചെടികളുടെ ഉറവിടത്തെക്കുറിച്ച് അറിയാൻ കഴിയുകയുള്ളൂ. കഞ്ചാവ് ചെടികൾ നിന്നിരുന്ന പറമ്പിലെ കെട്ടിടത്തിന്റെ ഉടമസ്ഥനെ സ്ഥലത്തെത്തിച്ച് പ്രാഥമിക അന്വേഷണം നടത്തി. എന്നാൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. സ്ഥലത്തെ മറുനാടൻ തൊഴിലാളികളെ നിരീക്ഷിച്ച് പ്രതികളെ കണ്ടെത്തുമെന്ന് എക്സൈസ് അറിയിച്ചു. ഇനി മറ്റു വാർത്തകളിലേക്ക്. മാള ഹോളി ഗ്രേസ് സ്ഥാപനങ്ങൾ മാരത്തോൺ സംഘടിപ്പിക്കുന്നു. ഓടാം നമുക്ക് നന്മ നിറഞ്ഞ തലമുറയ്ക്കായി എന്ന സന്ദേശവുമായി സംഘടിപ്പിക്കുന്ന മാള മാരത്തോൺ മാർച്ച് 23 ഞായറാഴ്ച രാവിലെ 6 മണിക്ക് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഹോളി ഗ്രേസ് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാരത്തോൺ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും കുട്ടികളായാലും വലിയവരായാലും ഒരു പ്രിപ്പറേഷനോട് കൂടി ഓടുന്ന ഒരു ഓട്ടാണ്. ലോങ് ഡിസ്റ്റൻസ് ആയതുകൊണ്ട് തന്നെ അതിനൊരു ചെറിയ പ്രിപ്പറേഷനോട് കൂടി തന്നെയാണ് ഓടേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ ആദ്യമായിട്ട് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്ന ഈ മാരത്തോണിൽ സർ നേരത്തെ പറഞ്ഞതുപോലെ 5K 10K ഒരു മാരത്തോൺ റണ്ണും പിന്നെ ഒരു 3Kയുടെ ഒരു ഫൺ റണ്ണുമായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ 5K 10K രണ്ടും ഞങ്ങളുടെ കോളേജിൽ നിന്ന് തന്നെ ഫ്ലാഗ് ഓഫ് ചെയ്യും. ഫ്ലാഗ് ഓഫ് ചെയ്യാൻ എത്തുന്നത് അർജുൻ പാണ്ഡ്യൻ അവരുകളാണ്, തൃശ്ശൂർ ജില്ലാ കളക്ടർ അവരുകളാണ്. 3K ഒരു ഫൺ റണ്ണാണ്. എല്ലാവരും ഒരു 3 കിലോമീറ്റർ ഓടുക, സന്തോഷത്തോടു കൂടി ഓടുക എന്നുള്ളത് മാള പള്ളി പരിസരത്തിൽ നിന്ന് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ ഓടുന്ന ഒരു റേസാണ് 3K റേസ്. അത് ഉദ്ഘാടനം ഇത് രണ്ടും നമുക്ക് മറ്റേ ഒരെണ്ണം ഫ്ലാഗിംഗ് ഓഫ് ഫ്രം ദി മാള ചർച്ച് പരിസരവും മറ്റത് ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് കോളേജിൽ നിന്ന് തന്നെയാണ്. സുംബ പരിശീലകരുടെ അകമ്പടിയോടെ സെലിബ്രിറ്റികളും പൗരപ്രമുഖരും 3 വയസ്സ് മുതൽ 80 വയസ്സ് വരെ പ്രായമുള്ള 1000-ഓളം കായിക പ്രേമികളും പങ്കെടുക്കും. പത്രസമ്മേളനത്തിൽ ആന്റണി മാളിയേക്കൽ, ജിയോ ബേബി, AS ചന്ദ്രകാന്ത, MG ശശികുമാർ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി ഉത്സവത്തിന് വിവിധ വകുപ്പുകൾ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കും. 25 മുതൽ ഏപ്രിൽ 1 വരെ ഭരണിയുടെ മുന്നോടിയായി കൊച്ചിൻ ദേവസ്വം ബോർഡ് വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇത് സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കി. ഭക്തർക്ക് പരിപൂർണ സുരക്ഷ, ശുദ്ധജലം, ഭക്ഷണം എന്നിവ ഉറപ്പുവരുത്തും. 25-ന് കോഴിക്കല്ല് മൂടിക്കഴിഞ്ഞാൽ കാവുതീണ്ടൽ കഴിയുന്നതുവരെ കോഴിക്കല്ലിന് 24 മണിക്കൂറും പോലീസിന്റെയും ദേവസ്വം സെക്യൂരിറ്റിയുടെയും പ്രത്യേക സുരക്ഷയൊരുക്കും. ശ്രീ കുരുമ്പക്കാവിൽ ദേവസ്വം സംഭാരം, ചുക്കുവെള്ളം എന്നിവ വിതരണം നടത്തും. 24 മണിക്കൂറും മെഡിക്കൽ ആംബുലൻസ്, അഗ്നിരക്ഷാസേന സേവനവും നൽകും. നഗരസഭ വിവിധ സ്ഥലങ്ങളിൽ ടോയ്ലറ്റുകൾ സ്ഥാപിക്കും. ശ്രീ കുരുമ്പക്കാവിലും പരിസര പ്രദേശങ്ങളിലും ആവശ്യമായ പോലീസ് സുരക്ഷയും നിരീക്ഷണവും കർശനമാക്കും. ദേവസ്വം പ്രസിഡന്റ് K. രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ TK ഗീത, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, സെക്രട്ടറി P. ബിന്ദു, ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത, കൊടുങ്ങല്ലൂർ DYSP VK രാജു, തിരുവഞ്ചിക്കുളം അസിസ്റ്റന്റ് കമ്മീഷണർ MR മിനി, അസിസ്റ്റന്റ് എഞ്ചിനീയർ കൃഷ്ണനുണ്ണി, ഡെപ്യൂട്ടി സെക്രട്ടറി മനോജ് കുമാർ, കൊടുങ്ങല്ലൂർ നഗരസഭാ സെക്രട്ടറി NK വൃജ, ദേവസ്വം മാനേജർ K. വിനോദ്, കോവിലകം പ്രതിനിധി സുരേന്ദ്രവർമ്മ, വിനോദ് അടികൾ, ഉപദേശക സമിതി സെക്രട്ടറി A. വിജയൻ, KV മുരളി, വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. അഴീക്കോട് കടലിൽ മത്സ്യബന്ധനത്തിനിടെ പരിക്കേറ്റ നിലയിൽ തൊഴിലാളികൾക്ക് ലഭിച്ച കടൽപക്ഷി കരയിൽ അതിഥിയായെത്തി. 35 നോട്ടിക്കൽ മൈൽ അകലെ വലയിടുകയായിരുന്ന വള്ളക്കാർക്കാണ് മാസ്ക്ഡ് ബൂബി എന്ന ഇനത്തിൽപ്പെട്ട പക്ഷിയെ ലഭിച്ചത്. പറക്കാൻ കഴിയാതായ പക്ഷിയെ തൊഴിലാളികൾ മടക്കയാത്രയിൽ കൂടെ കൂട്ടുകയായിരുന്നു. പക്ഷിയെ വനംവകുപ്പിന് കൈമാറാനാണ് തൊഴിലാളികളുടെ തീരുമാനം. ബ്ലൂ ഫേസ്ഡ് ബൂബി എന്നറിയപ്പെടുന്ന ഈ കടൽപക്ഷി ഉഷ്ണമേഖലാ സമുദ്രങ്ങളിലാണ് വ്യാപകമായി കാണപ്പെടുന്നത്. കടലിൽ മുങ്ങി മത്സ്യങ്ങളെ പിടിക്കുന്ന ഇവ ഉഷ്ണമേഖലാ ദ്വീപുകളിലാണ് കൂടുകൂട്ടുന്നത്. പകുതി വില തട്ടിപ്പിനിരയായ 100 കണക്കിന് ആളുകൾ നിയമസഹായവുമായി കൊടുങ്ങല്ലൂരിലെ അഭിഭാഷകർ രംഗത്ത് വന്നു. ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ കൊടുങ്ങല്ലൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ കോടതി പരിസരത്ത് ആരംഭിച്ച ഹെൽപ്പ് ഡെസ്ക് CPIM ഏരിയ സെക്രട്ടറി KM മുസ്താഖ് അലി ഉദ്ഘാടനം ചെയ്തു. ലോയേഴ്സ് യൂണിയൻ യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS സുലാൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അഷറഫ് സാബാൻ, ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ബിനോയ്, ജില്ലാ കമ്മിറ്റി അംഗം ജെസി ബാബുരാജ്, റാണി അശോക്, അഭിഭാഷകരായ CP രമേശൻ,
എം ബിജുകുമാർ, ടി ആർ സാന്ദ്ര, പി എസ് സിറാജുദ്ദീൻ, കാരൂർ നന്ദകുമാർ, കെ കെ അൻസാർ, എം പി ഗായത്രി, ടി എസ് സുജിത, പി ആർ വരിംകൃഷ്ണൻ, വി ആർ കാവേരി, കെ യു മുഹമ്മദ് സഗീർ, വിഷ്ണു വേലായുധൻ, അഖില സജീവൻ, യൂണിറ്റ് കമ്മിറ്റി സെക്രട്ടറി അഡ്വക്കേറ്റ് വി എസ് സബാഹ്, അബ്ദുൽ ഖാദർ കണ്ണേഴത്ത് എന്നിവർ നേതൃത്വം നൽകി. പകുതി വില സ്കൂട്ടർ തട്ടിപ്പിനിരയായ 100 കണക്കിന് ആളുകളാണ് ഹെൽപ്പ് ഡെസ്കിൽ നിന്നും സഹായം തേടിയത്. വരും നാളുകളിൽ തട്ടിപ്പിന് ഇരയായവർക്ക് വേണ്ടിയുള്ള നിയമസഹായങ്ങൾ തുടരുമെന്ന് അഭിഭാഷകർ അറിയിച്ചു. കയ്പമംഗലത്ത് പോക്സോ കേസിൽ പ്രതിയായ CPM ലോക്കൽ സെക്രട്ടറി BS ശക്തിധരനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് കയ്പമംഗലം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കയ്പമംഗലം പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി. കൂരിക്കുഴി പഞ്ഞംപള്ളിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമാപിച്ചു. മാർച്ച് തടഞ്ഞ പോലീസുമായി നേതാക്കൾ ഉന്തും തള്ളും ഉണ്ടായെങ്കിലും സംഘർഷത്തിലേക്ക് നീങ്ങിയില്ല. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി KF ഡൊമിനിക് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് KV അബ്ദുൽ മജീദ് അധ്യക്ഷനായി. DCC സെക്രട്ടറി ആൻഡോ പെരുമ്പിള്ളി മുഖ്യപ്രഭാഷണം നടത്തി. DCC ജനറൽ സെക്രട്ടറി CS രവീന്ദ്രൻ, നേതാക്കളായ സുനിൽ P മേനോൻ, CJ പോൾസൺ, സുരേഷ് കൊച്ചുവീട്ടിൽ, അനസ് അബൂബക്കർ, ശോഭന രവി, ഷീല വിശ്വംഭരൻ, KB അനിൽകുമാർ, PT രാമചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. കോട്ടപ്പുറം കത്തീഡ്രൽ ദേവാലയത്തിൽ വിശുദ്ധ യൗസേപ്പിതാവിന്റെ ഊട്ടുതിരുനാൾ ആഘോഷിച്ചു. ആഘോഷമായ തിരുനാൾ ദിവ്യബലിക്ക് കത്തീഡ്രൽ വികാരി ഫാദർ ജാക്സൺ വലിയപറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് പ്രദക്ഷിണം, ഊട്ടുസദ്യ, വെഞ്ചിരിപ്പ് എന്നിവ നടന്നു. വിശുദ്ധ യൗസേപ്പിതാവിന്റെ മരണത്തിരുനാളിന്റെ ഭാഗമായുള്ള നേർച്ച സദ്യയ്ക്ക് 100 കണക്കിന് ഭക്തർ പങ്കെടുത്തു. കേരള കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന മലയോര ജാഥയ്ക്ക് 22-ന് ചാലക്കുടിയിൽ സ്വീകരണം നൽകുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് പോളി ഡേവിസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പകൽ 11-ന് പൊന്നാമ്പിയോളിയിൽ നിന്നും എത്തുന്ന മലയോര ജാഥ കുറ്റിച്ചിറ, കൊന്നക്കുഴി, അരൂർമൊഴി എന്നിവിടങ്ങളിൽ പര്യടനം നടത്തി ചായപ്പൻകുഴിയിൽ സമാപിക്കും. സമാപന സമ്മേളനം മുൻ MLA ജോണി നെല്ലൂർ ഉദ്ഘാടനം ചെയ്യും. വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഭേദഗതികൾ വരുത്താൻ കേന്ദ്ര സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് 27-ന് ജോസ് കെ മാണി MP-യുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ നടത്തുന്ന ധർണാ സമരത്തിന്റെ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാനായാണ് മലയോര ജാഥ സംഘടിപ്പിക്കുന്നതെന്നും ഭാരവാഹികൾ അറിയിച്ചു. വാർത്താ സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് PI മാത്യു, KO വർഗീസ്, പോളി റാഫേൽ, ജിമ്മി വർഗീസ് എന്നിവരും സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചാലക്കുടി മേലൂരിലെ വീട്ടിൽ തീപിടുത്തം. മേലൂർ ശാന്തിപുരം അയ്യങ്കുളം വീട്ടിൽ ചന്ദ്രന്റെ വീട്ടിലാണ് തീപിടിച്ചത്. വീടിനകത്ത് ആരുമില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. ശ്രീനാരായണപുരത്ത് ടോറസ് ലോറിക്ക് പിറകിൽ കാറിടിച്ച് കാർ യാത്രികനായ ഡോക്ടർ മരിച്ചു. കൊല്ലം കടപ്പാക്കട സ്വദേശി അൽസാർ നിവാസിൽ ഡോക്ടർ പീറ്ററാണ് മരിച്ചത്. മാള ഗ്രാമപഞ്ചായത്ത് 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. പൊള്ളയായ ബജറ്റാണ് അവതരിപ്പിച്ചതെന്നും പദ്ധതികളൊന്നും സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ഭരണസമിതിക്ക് സാധിച്ചിട്ടില്ലെന്നും പ്രതിപക്ഷം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.